എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ആൻഡ്രോയിഡ് മൊബൈൽ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു 7 ഹിഡൻ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഫീച്ചേഴ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലെ യൂസേജിൽ വളരെ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഒട്ടും സമയങ്ങളായ തന്നെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫീച്ചറിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് ഫീച്ചർ തന്നെ ഗൂഗിൾ അസിസ്റ്റൻസിലാണ്. ഗൂഗിൾ അസിസ്റ്റൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. എന്താണ് നിങ്ങളുടെ പേര്? ഞാൻ നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റന്റ്. നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നു. മലയാളം. വിക്കിപീഡിയ പ്രകാരം ഇന്ത്യയിൽ പ്രധാനമായും കേരള സംസ്ഥാനത്തിലും ലക്ഷദ്വീപിലും പുതുച്ചേരിയുടെ ഭാഗമായ മലയാളിയിലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് മലയാളം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര്? പിണറായി വിജയൻ. ഒരു തമാശ പറയാമോ? ഈ തമാശ നിങ്ങളെ ചിരിപ്പിക്കും എന്നു കരുതുന്നു. സോനു അപ്പോ നിങ്ങൾക്ക് ഇതുമാതിരി നിങ്ങൾ ഇംഗ്ലീഷ് പലർക്കും അറിയില്ലാത്തവരായിരിക്കും. ബേസിക്കലി എനിക്കായാലും ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് പല സംശയങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ എങ്ങനെ ഗൂഗിൾ അസിസ്റ്റൻസിൽ ഇങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സും എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഇനേബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഗൂഗിൾ അസിസ്റ്റൻസ് സെലക്ട് ചെയ്യാം. ഗൂഗിൾ അസിസ്റ്റൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ ID മേലായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് വെറുതെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻസിനൊരു രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസും ഇതിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ മലയാളം സെറ്റായി കഴിഞ്ഞു. ഇനി നിങ്ങൾ പറയുന്നത് എന്തുട്ടായാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ആവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ മലയാളത്തിൽ തന്നെ തരും. അതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് എന്നൊരു ഓപ്ഷൻ ഇതിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പലർക്കും അറിയില്ല, എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ എന്താ ഫീച്ചർ എന്നുള്ള ഒരു ഫീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ലെൻസ് നിങ്ങൾ മൊബൈലിൽ തപ്പുക. അപ്പോൾ ഗൂഗിൾ ലെൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഗൂഗിൾ ലെൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുമല്ലോ. ഇതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള യൂസ് തന്നെ നിങ്ങൾക്ക് ഏതാണോ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ടെക്സ്റ്റ് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യണം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് നിങ്ങൾ ഈ ഗൂഗിളിൻ്റെ ലെൻസ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും സെർച്ച് ഓപ്ഷൻ എടുക്കേണ്ടതായിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ടെസ്റ്റിലേക്ക് പോവാം. അതിനുശേഷം നിങ്ങളുടെ ഏതാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഇവിടെ ലോങ് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും ഇത് വായിക്കേണ്ട കാര്യം. ജസ്റ്റ് ഇവിടെ ലിസൺ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OSIS 18001 to 2007 Introduction. Organizations of all kinds are increasingly concerned with achieving and demonstrating sound occupational health and safety (OH). ഓക്കെ, അപ്പം നിങ്ങൾക്ക് വായിക്കാനൊക്കെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കോ വല്ല കാര്യങ്ങളും വായിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വായിച്ച് തുടങ്ങും. ഇനി നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് കോപ്പി എന്നുള്ളതുണ്ട്, സെലക്ട് ഓൾ എന്നുള്ളതുണ്ട്. അത് ജസ്റ്റ് കൊടുക്കാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് നോട്ടിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് എവിടെയാണ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആണ്. വളരെ ഒരു സ്റ്റുഡൻസിനാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതായിരിക്കാം. അപ്പം ഈ ഫീച്ചേഴ്സ് പലരും ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇതുണ്ട്, ബാക്കി ആർക്കും മാക്സിമം ഇതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കിടക്കാം. ഗൂഗിൾ ക്രോമിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുക. ഗൂഗിൾ ക്രോമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടാബ്സ് അല്ലെങ്കിൽ ടാസ്ക് ബാർസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ പോയിട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, ഈ തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ടാസ്ക്, ഇപ്പോൾ ഞാൻ 4 ടാസ്ക് ബാർ തുറന്നു വെച്ചിട്ടുണ്ട്, 4 ടാസ്ക് ബാറിലേക്ക് സിമ്പിളായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനായിട്ട് നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനും ബെറ്ററായിട്ട് ജസ്റ്റ് മേലെ പോയിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീനാണ്. സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പോകാതെ കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം നിങ്ങൾ ഇതിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഇവിടേക്ക് കോപ്പി ചെയ്യണമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വല്ല നോട്ട്സൊക്കെ സെൻഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നോട്ട്സ് സെൻഡ് ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏതാണ് ഭാഗം നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത് അവിടെ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഏത് വരെ വേണമെങ്കിൽ അത് കോപ്പി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇതുമാതിരി തന്നെ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളും സെൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ തന്നെ ഇമോജീസ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് അയക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ ഏത് ടെസ്റ്റിലായാലും നിങ്ങളുടെ ഇമോജീസ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇമോജീസിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രൗസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ചോദിക്കും. നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പ്രോസസ്സിങ് ടൈം ഉണ്ട്, ഒരു 2 മിനിറ്റ് ഒരു 3 മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ ഇൻ്റർനെറ്റ് സ്ലോ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ അവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇമോജീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ശേഷം ഇമോജീസിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒരു മുഖത്തിൻ്റെ ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇമോജീസാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും വല്ല കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഓൾമോസ്റ്റ് ഒരു 80% നിങ്ങളുടെ ഫേസ് തന്നെയായിരിക്കും വരിക. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇമോജീസ് ഇതിൽ സെറ്റായി വരും. അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ എന്താ പറയുക, ഫ്രണ്ട്സിനെ ഒന്ന് പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ ഇമോജീസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിലേക്ക് പോകാം നമുക്ക്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ലൊക്കേഷൻ അടിച്ചു കൊടുക്കാനുണ്ടോ. നിങ്ങൾക്ക് പോകാനുള്ളത് തൃശ്ശൂർ എന്ന് വിചാരിച്ചോ. ഇപ്പോൾ മാളവിൻകരയിലേക്ക് പോകണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലം സൂമായിട്ട് വരും. അത് നിങ്ങൾക്കറിയാലോ. വേറൊരു കാര്യം, നിങ്ങളൊന്ന് ഡബിൾ ടാപ്പിൻ്റെ ഒപ്പം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാം. ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലർക്ക് അറിയാത്തത് തന്നെ ഉണ്ടായിരിക്കാം. ഒന്നല്ല, ജസ്റ്റ് ഡബിൾ ടാപ്പിൻ്റെ ഒപ്പം പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ടാപ്പിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ സാധിക്കും. കണ്ടോ, നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും സൂം ഇൻ ചെയ്യാനോ ഓരോ റൂട്ടൊക്കെ സൂം ചെയ്യാനും അത് തന്നെ നിങ്ങൾക്ക് ബാക്കിലേക്ക് വരാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിപ്പോൾ മാക്സിമം പേർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെൻ്റ് ആപ്പുകളിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ആപ്പിലേക്കാണ് പോകേണ്ടത് അവിടേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇവിടെ ഡബിൾ ടാപ്പ് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വന്നു, വാട്സപ്പിലേക്ക് നിന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിലായിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ആപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇവിടെ ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റീസെൻ്റ് ആപ്പുകളിലേക്ക് സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലെ 7 ടിപ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന വീഡിയോസ് ആണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.